പ്രവാസലോകത്തെ വാർത്തകൾ. വിദേശത്ത് വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലും ഗോൾഡൻ വിസ ഉടമകൾക്ക് UAE-യിലേക്ക് തിരിച്ചു വരുന്നത് ഇനി എളുപ്പമാകും. 30 മിനിറ്റിനകം സൗജന്യ റിട്ടേൺ പെർമിറ്റ് നൽകുന്ന പദ്ധതി ആരംഭിച്ചു. സൗജന്യ റിട്ടേൺ പെർമിറ്റ് ഉപയോഗിച്ച് ഒരു തവണ UAE-യിലേക്ക് പ്രവേശിക്കാം. ഈ പെർമിറ്റ് ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്രാനുമതി ലഭിക്കില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗോൾഡൻ വിസ ഉടമകളും ആശ്രിതരും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുമായ ജീവിത പങ്കാളി, മക്കൾ എന്നിവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ഗോൾഡൻ വിസ ഉടമകൾക്കുള്ള എമർജൻസി ആൻഡ് ക്രൈസിസ് സപ്പോർട്ട് സർവീസ് യാത്രകളിൽ അടിയന്തര സഹായത്തിനു അതാതു രാജ്യങ്ങളിലെ UAE എംബസികളെയോ കോൺസുലേറ്റിനെയോ സമീപിക്കണമെന്നും അധികൃതർ അറിയിച്ചു. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഗോൾഡൻ വിസക്കാരെ അടിയന്തര ഘട്ടങ്ങളിൽ ഒഴിപ്പിക്കും. ഗോൾഡൻ വിസക്കാർക്കുള്ള സേവനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കാരം. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. UAE പാസ് ഡിജിറ്റൽ ID ഉപയോഗിച്ച് ICP വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ റിട്ടേൺ പെർമിറ്റ് അപേക്ഷിക്കാം. നഷ്ടപ്പെട്ട പാസ്പോർട്ട് റിപ്പോർട്ടിന്റെ പകർപ്പ്, ഗോൾഡൻ വിസ വിശദാംശങ്ങൾ, ഫോട്ടോ എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിച്ച് അരമണിക്കൂറിനകം നൽകുന്ന റിട്ടേൺ പെർമിറ്റിന് 7 ദിവസമായിരിക്കും സമയപരിധി. ഇതിനകം UAE-യിൽ തിരിച്ചെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉംറ തീർത്ഥാടകർക്കുള്ള പ്രവേശന വിസയുടെ കാലാവധി കുറച്ച് സൗദി അറേബ്യ. വിസ അനുവദിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ അപേക്ഷകൻ സൗദിയിൽ പ്രവേശിക്കണമെന്ന് ഉത്തരവിട്ടു. ഉംറ വിസകൾ അനുവദിച്ച 1 മാസത്തിനുള്ളിൽ സൗദിയിൽ പ്രവേശിക്കണമെന്നാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. മുമ്പ് 3 മാസമായിരുന്ന കാലാവധിയാണ് പുതിയ ഉത്തരവിൽ ചുരുക്കിയത്. അതേസമയം തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിച്ച ശേഷം രാജ്യത്തു തങ്ങാൻ അനുവദിച്ച കാലാവധിയിൽ മാറ്റമില്ല. അത് 3 മാസമായി തുടരുമെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. പുതിയ ഭേദഗതികൾ അടുത്തയാഴ്ച പ്രാബല്യത്തിൽ വരും. വിസ കാലാവധി കുറച്ചതിനു പുറമെ ഉംറ വിസ നിയമങ്ങളിലും ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വിസ അനുവദിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ തീർത്ഥാടകൻ സൗദിയിൽ പ്രവേശിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഉംറ വിസ റദ്ദാക്കപ്പെടുമെന്നും ഭേദഗതിയിലുണ്ട്. അതേസമയം പുതിയ സീസൺ ജൂൺ തുടക്കത്തിൽ ആരംഭിച്ച ശേഷം ഇതുവരെ വിദേശ തീർത്ഥാടകർക്കായി നൽകിയ ഉംറ വിസകളുടെ എണ്ണം 40 ലക്ഷം കവിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി. വേനൽക്കാലം അവസാനിച്ചതും മക്കയിലെയും മദീനയിലെയും താപനില കുറഞ്ഞതും കാരണം ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ തിരക്കൊഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം വിസ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിസിറ്റ് കുവൈറ്റ് പ്ലാറ്റ്ഫോം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ഇത് രാജ്യത്തെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. കുവൈറ്റ് സന്ദർശകർക്ക് ടൂറിസ്റ്റ് വിസകൾ ലഭ്യമാക്കുന്നതിനും സാംസ്കാരിക, കലാ, വിനോദ പരിപാടികൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പരിശോധിക്കാനും വിസിറ്റ് കുവൈറ്റ് പ്ലാറ്റ്ഫോം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. യുവജനകാര്യ സംസ്ഥാന മന്ത്രി അബ്ദുൾ റഹ്മാൻ ബഹാബ് അൽ മുത്തേരിയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ വിവിധ ഇവന്റുകളുടെ തീയതി, വേദി എന്നിവയുടെ വിവരങ്ങൾ ഒരു സമഗ്രമായ ഇന്ററാക്റ്റീവ് ഇന്റർഫേസിലൂടെ സന്ദർശകർക്ക് ലഭ്യമാക്കുന്ന ഏകീകൃത ദേശീയ പോർട്ടലാണിത്. കുവൈറ്റ് വിഷൻ 2035 ലക്ഷ്യമാക്കുന്ന സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും ദേശീയ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്കുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ആരംഭം. കുവൈറ്റിനെ പ്രമുഖ വിനോദ സാംസ്കാരിക കേന്ദ്രമായി ഉയർത്തിക്കാട്ടാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.